ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപ കഥാ മഹ്യം ദദാതി സപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരുൻ വൈഷ്ണവാംശ ശ്രീരൂപം സാഗ്രജാതം സഗണരഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീ രാധാകൃഷ്ണപാദാൻ സഹകണലളിത ശ്രീ വിശാഖാന്വിതാംശ. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ഈ പുരുഷോത്തമ മാസത്തിലെ അവസാനത്തെ ഭഗവത്ഗീത പഠന ക്ലാസ്സിലേക്ക് എല്ലാ ഭക്തജനങ്ങൾക്കും ഹാർദവമായ സ്വാഗതം. പുരുഷോത്തമ യോഗം എന്ന 15-ാം അധ്യായമാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 15-ാമത്തെ ശ്ലോകമാണ് വായിച്ചു നിർത്തിയത്. ഇന്ന് 16-ാമത്തെ ശ്ലോകത്തിൽ നമുക്ക് തുടങ്ങാം. ശ്ലോകം 16. ദ്വാവിമൗ പുരുഷൗ ലോകേ ക്ഷരക്ഷാക്ഷര ഏവ ച ക്ഷരഃ സർവാണി ഭൂതാനി കൂടസ്ഥോ അക്ഷര ഉച്യതേ. ദ്വാവിമൗ പുരുഷൗ ലോകേ ക്ഷരക്ഷാക്ഷര ഏവ ച ക്ഷരഃ സർവാണി ഭൂതാനി കൂടസ്ഥോക്ഷര ഉച്യതേ. ദ്വാവിമൗ പുരുഷൗ ലോകേ ക്ഷരക്ഷാക്ഷര ഏവ ച ക്ഷരഃ സർവാണി ഭൂതാനി കൂടസ്ഥോക്ഷര ഉച്യതേ. ഹരേ കൃഷ്ണ പ്രഭു. ഓം നമോ ഭഗവതേ വാസുദേവായ. ദ്വാവിമൗ പുരുഷൗ ലോകേ ക്ഷരക്ഷാക്ഷര ഏവ ച ക്ഷരഃ സർവാണി ഭൂതാനി കൂടസ്ഥോ അക്ഷര ഉച്യതേ. ഹരേ കൃഷ്ണ പ്രഭു. ഭഗവതേ വാസുദേവായ. ദ്വാവിമൗ പുരുഷോ ലോകേ ക്ഷരക്ഷരമേവ ച ക്ഷരഃ സർവാണി ഭൂതാനി കൂടസ്ഥോ അക്ഷര ഉച്യതേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ദ്വാവിമൗ പുരുഷൗ ലോകേ ക്ഷരക്ഷാക്ഷര ഏവ ച ക്ഷരഃ സർവാണി ഭൂതാനി കൂടസ്ഥോ അക്ഷരമുച്യതേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ദ്വാവിമൗ പുരുഷൗ ലോകേ അക്ഷരച്ചക്ഷര ഏവ ച അക്ഷര സർവാണി ഭൂതാനി കൂടസ്ഥോ അക്ഷര ഉച്യതേ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ദ്വാവിമൗ പുരുഷൗ ലോകേ ക്ഷരശ്ചാക്ഷര ഏവ ച ക്ഷര സർവാണി ഭൂതാനി കൂടസ്ഥോക്ഷര ഉച്യതേ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ദ്വാവിമൗ പുരുഷോ ലോകേ സർവാണി ഭൂതാനി കൂടസ്ഥോ അക്ഷര ഉച്യതേ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു. ഓം നമോ ഭഗവതേ വാസുദേവായ. ദ്വാവിമൗ പുരുഷൗ ലോകേ ക്ഷരശ്ചാക്ഷര ഏവ ച ക്ഷര സർവാണി ഭൂതാനി കൂടസ്ഥോക്ഷര ഉച്യതേ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 16. ദ്വാവിമൗ പുരുഷൗ ലോകേ ക്ഷരശ്ചാക്ഷര ഏവ ച ക്ഷര സർവാണി ഭൂതാനി കൂടസ്ഥോ അക്ഷര ഉച്യതേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രീലപ്രഭുവാരുടെ വിവർത്തനവും ഭാവാർത്ഥവും. ലോകേ, ഈ പ്രപഞ്ചത്തിൽ ക്ഷരഹ ച
തെറ്റുപറ്റാവുന്നവരും അക്ഷര ഏവച്ച തെറ്റുപറ്റാത്തവരും ആയി ഇമൗ ദൗ പുരുഷൗ രണ്ട് വിധം പുരുഷന്മാരുണ്ടെന്ന് ഉച്ചതേ പറയപ്പെടുന്നു. സർവാണി ഭൂതാനി ഭൗതിക ലോകത്തിലെ ജീവാത്മാക്കൾ ക്ഷരവ തെറ്റുപറ്റാവുന്നവരാകുന്നു. കൂടസ്ഥക ആധ്യാത്മിക ലോകത്തിലുള്ള ജീവാത്മാക്കൾ അക്ഷരഹ തെറ്റുപറ്റാത്തവരാണ്. ഈ പ്രപഞ്ചത്തിൽ തെറ്റുപറ്റാവുന്നവരും തെറ്റുപറ്റാത്തവരും ആയി രണ്ടു വിധം പുരുഷന്മാരുണ്ടെന്ന് പറയപ്പെടുന്നു. ഭൗതിക ലോകത്തിലെ ജീവാത്മാക്കൾ തെറ്റുപറ്റാവുന്നവരാകുന്നു. ആധ്യാത്മിക ലോകത്തിലുള്ളവർ തെറ്റുപറ്റാത്തവരാണ്. അപ്പോ ഈ 16-ാമത്തെ ശ്ലോകം മുതൽ ഈ അധ്യായത്തിന്റെ അവസാനം വരെ 3 സബ്ജക്റ്റിനെ കുറിച്ചിട്ടാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അതിൽ 16, 17, 18 3 ശ്ലോകങ്ങളില് സംബന്ധജ്ഞാനം എന്താണെന്ന് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ട്. നമ്മൾ ആരാണ്, ഭഗവാൻ ആരാണ്, നമ്മളും ഭഗവാനും തമ്മിലുള്ള ആ ബന്ധം എന്താണ്, റിലേഷൻഷിപ്പ്, അതിനെയാണ് സംബന്ധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിലേഷൻഷിപ്പ്. അപ്പൊ ആ സംബന്ധജ്ഞാനം, ഭഗവാനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് മനസ്സിലാക്കുന്നതിനാണ് സംബന്ധജ്ഞാനം എന്ന് പറയുന്നത്. ഇപ്പം ആദ്യത്തെ 3 ശ്ലോകങ്ങൾ 16, 18 ശ്ലോകങ്ങളില് സംബന്ധജ്ഞാനത്തിനെ കുറിച്ചിട്ടാണ് ചർച്ച ചെയ്യുന്നത്. പിന്നെ 17-ാമത്തെ 18, 16, 17, 18, 19-ാമത്തെ ശ്ലോകത്തില് അഭിധേയജ്ഞാനം, എങ്ങനെയാണ് നമുക്ക് ആ ഭഗവാന്റെ മറന്നുപോയിട്ടുള്ള ബന്ധം പുനഃസ്ഥാപിക്കാനായിട്ടുള്ള ആ അറിവ് എന്താണ് എന്നതിനെ പറ്റിയാണ് പറയുന്നത്. പിന്നെ ഇനി ആ അറിവ് കിട്ടിയത് കൊണ്ട് കാര്യമില്ല, അത് പ്രയോജനപ്പെടുത്തണം. അതിനാണ് പ്രയോജനജ്ഞാനം എന്ന് പറയുന്നത്. 15-ാം അധ്യായത്തിന്റെ അവസാനത്തെ ശ്ലോകത്തില് നമുക്കൊന്ന് 16-ാം ശ്ലോകത്തിൽ എന്താ പറയുന്നതെന്ന് നോക്കാം. അപ്പോ ഇവിടെ ഭഗവാൻ പറയുന്നത് എന്താണ്? രണ്ട് തരത്തിലുള്ള ആൾക്കാരുണ്ട്. ഒന്ന് തെറ്റുപറ്റാവുന്നവരും ഒന്ന് തെറ്റുപറ്റാത്തവരും. പിന്നെ ഭഗവാൻ പറയുന്നത് എന്താണ്? ഈ ഭൗതിക ലോകത്തുള്ളവർക്ക് എല്ലാവർക്കും തെറ്റുപറ്റും എന്നാണ് പറയുന്നത്. അപ്പോ നമ്മൾ പലപ്പോഴും അഹങ്കരിക്കാറുണ്ട്, ഞാൻ ഒരു തെറ്റും ചെയ്യാത്തവനാണ് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ അത് വെറുതെയാണ്. കാരണം തെറ്റ് പറ്റാത്തവരായിട്ട് ഈ ഭൗതിക ലോകത്തിൽ ആരും തന്നെ ഇല്ല എന്നാണ് ഭഗവാൻ ഈ ശ്ലോകത്തിൽ പറയുന്നത്. സർവാണി ഭൂതാനി എല്ലാ ജീവജാലങ്ങളും എന്ന് പറയുന്നുണ്ട്. പൊതുവെ 4 ന്യൂനതകളാണ് നമ്മൾ ഈ മനുഷ്യർക്കുള്ളത് എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് ശ്രീലപ്രഭുവാര്. ഒന്ന്, അതിൽ ആദ്യത്തെ തന്നെ തെറ്റ് ചെയ്യാനുള്ള പ്രവണത, അതാണ് ആദ്യത്തെ. പിന്നെ 2-ാമത്തെ മായയ്ക്ക് വശംവതരാകുക. പിന്നെ 3-ാമത്തെ മറ്റുള്ളവരെ ചതിക്കാനായിട്ടുള്ള പ്രവണത. പിന്നെ 4-ാമത്തെ നമ്മളുടെ ഇന്ദ്രിയങ്ങള് അപൂർണമാണ്. ഈ 4 ന്യൂനതകൾ പോക്കറ്റിട്ടുകൊണ്ടാണ് നമ്മൾ ഈ ഭൗതിക ലോകത്തിലേക്ക് വരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് തെറ്റ് ചെയ്യാനുള്ള പ്രവണത. ഒരവസരം കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെല്ലാവരും തന്നെ തെറ്റ് ചെയ്തു പോകും. ഈ ഭൗതിക പ്രപഞ്ചം എന്ന് പറയുന്നത് വളരെ ബൃഹത്തായിട്ടുള്ളതാണ്. കാരണം ഭഗവാന്റെ മൊത്തം സൃഷ്ടിയുടെ 25% ഈ ഭൗതിക പ്രപഞ്ചം എന്ന് പറയുന്നത്. പക്ഷെ അതിന്റെ 3 ഇരട്ടിയാണ് ആധ്യാത്മിക ലോകം. അപ്പോ ഈ മൊത്തം പ്രപഞ്ചത്തില് നമ്മൾ എണ്ണി നോക്കുകയാണെന്ന് ഒടുങ്ങാത്തത്ര ജീവസത്തകള് ഉണ്ട്. അതിൽ ജീവസത്തകള് എന്ന് പറയുമ്പോൾ ഈ ഭൗതിക ലോകത്തിലുള്ളവരും ആധ്യാത്മിക ലോകത്തിലുള്ളവരും പെടും. ഇപ്പോ ഭൗതിക ലോകത്തിൽ മാത്രം 84 ലക്ഷം തരത്തിലുള്ള ജീവജാലങ്ങളുണ്ട്. പത്മപുരാണത്തിൽ പറയുന്നതനുസരിച്ചിട്ട് ജലജ നവലക്ഷാണി, വെള്ളത്തില് 9 ലക്ഷം ജീവജാലങ്ങളുണ്ട്. താവര ലക്ഷവിംശതി, ഈ സസ്യങ്ങള് എല്ലാം തന്നെ 20 ലക്ഷം തരത്തിലുള്ള സസ്യങ്ങളുണ്ട് എന്നാ പറയുന്നത്. ക്രമയോർദ്ധ സങ്കല്പ, ഈ പ്രാണികള് അതുപോലെ തന്നെ ഇഴജന്തുക്കള് അവരെല്ലാം 11 ലക്ഷം തരത്തിലുണ്ട്. പക്ഷീണാം ദശലക്ഷണം, 10 ലക്ഷം തരത്തിലുള്ള പക്ഷികളുണ്ട്. 30 ലക്ഷാണി പശവ, 4 കാലികൾ ആണെന്നുണ്ടെങ്കിലും 30 ലക്ഷമാണുള്ളത്. ചതുർലക്ഷാണി മാനവ, മനുഷ്യ വെറും 4 ലക്ഷമേ ഉള്ളൂ. ഈ 84 ലക്ഷം തരം ജീവജാലങ്ങൾ ഈ ഭൗതിക ലോകത്തിലുള്ളതിൽ വെറും 4 ലക്ഷം മാത്രമേ ഉള്ളൂ.
ഈ മനുഷ്യരെന്ന് പറയുന്നവർ. ബാക്കി എല്ലാ ജീവജാലങ്ങളിലും എത്രയോ കൂടുതലാണ്. നാൽക്കാലികള് 30 ലക്ഷമുണ്ട് എന്ന് പറയുന്നു, പക്ഷികള് 10 ലക്ഷം. അവരുടെയൊക്കെ ബുദ്ധി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും മനുഷ്യരാണ് ബുദ്ധിയുള്ളവര്. പക്ഷേ മറ്റുള്ള ജീവജാലങ്ങളുടെ ബുദ്ധി നമുക്ക് പലപ്പോഴും അത് അളക്കാനായിട്ട് സാധിക്കില്ല. ഇതിന്റെ തൊട്ടുപിറകിൽ തന്നെ ഈ പാരിജാതത്തിന്റെ മരത്തിലൊരു കിളി കൂട് വെച്ചിട്ടുണ്ട്. അത് ആ പാരിജാതത്തിൽ എത്രയോ കമ്പുകളുണ്ട്. പക്ഷെ അത് സെലക്ട് ചെയ്തിരിക്കുന്നത് 4 കമ്പ് ചേരുന്ന ഒരു ഭാഗം സെലക്ട് ചെയ്തിട്ട് അതിനകത്ത് ഈ പഞ്ഞിയും തുണികളും എല്ലാം കൊണ്ടുവന്ന് വെച്ചിട്ട് മുട്ടയിട്ടിട്ട് കുഞ്ഞിനെ വിരിയിച്ചു. ഇന്നലെയൊക്കെ ഭയങ്കര കൊടുങ്കാറ്റ് പോലെയായിരുന്നു. പക്ഷെ എന്നിട്ട് പോലും ഈ കിളിക്കൂട് താഴെ വീണില്ല എന്നുള്ളതാണ്. മരത്തിൽ നിൽക്കുന്ന മാങ്ങകൾ ഒരു താഴെ വീണു, പക്ഷെ ഈ കിളിക്കൂട് താഴെ വീണില്ല. അപ്പോ ഈ പക്ഷികൾക്ക് എത്രത്തോളം ബുദ്ധിയുണ്ട്. അങ്ങനെ എല്ലാ ജീവജാലങ്ങളുടെയും ബുദ്ധി നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് അളക്കാനാവാത്തത്ര ബുദ്ധി അവർക്കുണ്ട്, നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോ ഈ പറയുന്ന എല്ലാ ജീവസത്തോടും തന്നെ പരമദിവ്യോത്തമ കൃഷ്ണനായിട്ടുള്ള ഭഗവാൻ കൃഷ്ണന്റെ നിത്യമായിട്ടുള്ള വിഭിന്നാംശങ്ങളാണ്. അപ്പോ ഈ ഭൗതിക ലോകത്തോട് ബന്ധപ്പെടുത്തുമ്പോൾ അവരെല്ലാം ജീവഭൂതർ എന്ന് പറയും. ജീവഭൂത സനാതന നമ്മൾ വേറൊരു ശ്ലോകത്തിലെ പഠിച്ചിട്ടുണ്ട്, ജീവഭൂത സനാതന. അപ്പോ അവരെല്ലാവരും തന്നെ ക്ഷരഹ, അവരെല്ലാം തെറ്റുപറ്റുന്നവരാണ്. ഇപ്പോ ഈ മുകളിൽ പറഞ്ഞ 84 ലക്ഷം തരത്തിലുള്ള ജീവസത്തുകള് എല്ലാം തന്നെ അതിൽ ഉൾപ്പെടും. പക്ഷെ ഭഗവാനുമായി ബന്ധപ്പെടുന്നവർക്ക് തെറ്റുപറ്റുകയില്ല. അവരാണ് അക്ഷരഹ എന്ന് പറയുന്നത്. നമുക്ക് ഭഗവാനുമായിട്ട് ബന്ധപ്പെടാനായിട്ട് ആത്മീയ ലോകത്തിലേക്ക് പോകണമെന്നില്ല. നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഭഗവാനുമായിട്ട് ബന്ധപ്പെടാം. അങ്ങനെ ഇവിടെ ഇരുന്നുകൊണ്ട് ഭഗവാനുമായിട്ട് ബന്ധപ്പെടുന്നവരെയാണ് മുക്താത്മാക്കൾ എന്ന് പറയുന്നത്. അവര് ഭഗവാനുമായി ബന്ധപ്പെട്ട് കഴിയുമ്പോൾ ഈ ബദ്ധാത്മാക്കളെല്ലാവരും തന്നെ മുക്താത്മാക്കളായിട്ട് തീരും. അത് എങ്ങനെയാണ് നമ്മൾ ഭഗവാനുമായിട്ട് ബന്ധപ്പെടുന്നത്? വിഹയസ്യ ഹരേർദാസ്യേ കർമ്മണ മനസാഗിര നിഖിലേഷു അഭ്യവസ്ഥാസു ജീവൻ മുക്ത സ ഉച്യതേ. നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ നമ്മുടെ നമ്മുടെ കർമ്മങ്ങൾ കൊണ്ടും നമ്മുടെ മനസ്സുകൊണ്ടും ഗിര നമ്മുടെ ശരീരം കൊണ്ടും നമ്മള് നിഖിലേഷു അഭ്യവസ്ഥാസു എല്ലാ സമയത്തും നമ്മൾ ഭഗവാന് സേവനം അനുഷ്ഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അവര് ജീവൻ മുക്തർ എന്ന് പറയും. അവര് മുക്താത്മാക്കളായിട്ട് തീരും. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ജീവസക്തകൾക്ക് ഈ ഭൗതിക ശരീരം സ്വീകരിക്കേണ്ടി വരുന്നത്? എന്തുകൊണ്ടാണ് അവർക്ക് ഭൗതിക ലോകത്തിൽ കിടന്ന് ഉഴലേണ്ടി വരുന്നത്? അതിനുള്ള കാരണം ശ്രീലപ്രഭുവാർ ഭാവാർത്ഥത്തിൽ പറയുന്നുണ്ട്. മനഃഷ്ടാണി ഇന്ദ്രിയാണി പ്രകൃതിസ്ഥാനി കർഷതി. നമ്മള് മനസ്സും നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളും ഉള്ളിടത്തോളം കാലം നമ്മളുടെ ഈ ഭൗതിക സമ്പർക്കം കൊണ്ട് നമ്മുടെ ശരീരത്തിന് പലതരത്തിലുള്ള മാറ്റങ്ങള് സംഭവിക്കും. ഭൗതിക ശരീരത്തിന് മാത്രമേ മാറ്റം സംഭവിക്കുന്നുള്ളൂ, ആത്മാവിന് മാറ്റം സംഭവിക്കുന്നില്ല. നമ്മുടെ 2-ാം അധ്യായത്തിൽ പഠിച്ചിരുന്നു, ദേഹിനോസ്മിൻ യഥാ ദേഹേ കൗമാരം യൗവനം ജരാ തഥാ ദേഹാന്തര പ്രാപ്തി ധീരസ്തത്ര മുഹ്യതി. ഈ ജനനം, വളർച്ച, അതുപോലെ സ്ഥിതി, പ്രത്യുത്പാദനം, പിന്നെ ക്ഷയം, പിന്നെ നാശം, ഈ പറഞ്ഞ മാറ്റങ്ങളെല്ലാം തന്നെ സംഭവിക്കുന്നത് ഭൗതിക ശരീരത്തിന് മാത്രമാണ്. ആത്മാവിന് ഇതൊന്നും തന്നെ ബാധകമല്ല. അപ്പൊ ഭൗതിക ശരീരം, ഭൗതിക ജീവാത്മാക്കൾ എന്ന് പറയുമ്പോൾ ബ്രഹ്മവ് മുതൽ ചെറിയ കീടാണുക്കൾ വരെയുള്ള എല്ലാവർക്കും അത് ബാധകമാണ്. ബ്രഹ്മാദി കീട പതക ആവതഹ ജീവാഹ. ബ്രഹ്മദേവൻ, പിന്നെ കീടങ്ങള്, പതക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ചിത്രശലഭങ്ങള്, ഇവർക്കെല്ലാവർക്കും തന്നെ ഈ ശരീരത്തിന്റെ മാറ്റം ബാധകമാണ്. പക്ഷെ ഈ ആധ്യാത്മിക ലോകത്തില് ഒരു വ്യക്തിയുടെ ശരീരത്തിന് മാറ്റങ്ങൾ സംഭവിക്കുന്നില്ല. ഈ വാർദ്ധക്യം, ജനന മരണങ്ങള്, ഇതൊന്നും തന്നെ അവിടെ ബാധകമല്ല. അവിടെയുള്ള ജീവാത്മാക്കള് എല്ലാ കാലത്തും അവരെല്ലാവരും തന്നെ മുക്തരും അതുപോലെ തന്നെ എപ്പോഴും ആനന്ദത്തിൽ വസിക്കുന്നവരുമാണ്.
നമ്മൾ രണ്ടാമധ്യായത്തിൽ പഠിച്ചിരുന്നു. അന്തബന്ധ ഇമേഹ നിത്യസ്യോക്ത ശരീരണ അനാശനോ അപ്രമേയസ്യ. അതായത് ഇമേ ദേഹ, ഈ ശരീരത്തിൽ വസിക്കുന്ന ശരീരണ ജീവാത്മാവിന് അത് നിത്യഹ നിത്യഹ ഇത് ഉക്ത, അത് നിത്യനാണെന്ന് പറയപ്പെടുന്നു. അനാശിനഹ, അതിന് നാശം സംഭവിക്കുന്നില്ല. അപ്രമേയസ്യ, അതിന് പരിണാമം സംഭവിക്കുന്നില്ല എന്ന് നമ്മൾ പഠിച്ചിരുന്നു. അപ്പോ ഈ ഭൗതിക ദേഹത്തിന് മാത്രമേ നാശം സംഭവിക്കുന്നുള്ളൂ. അതിൽ വാഴുന്ന ജീവാത്മാവിന് നാശം സംഭവിക്കുന്നില്ല, അത് ശാശ്വതമാണ്. അതുപോലെ തന്നെ ആത്മാവിന് മരണവും ഇല്ല, അത് നിത്യനാണ്, ജന്മമില്ലാത്തവനാണ്, ശാശ്വതനാണ്. അജോ നിത്യ ശാശ്വതോയം പുരാണ. അപ്പോ ആധ്യാത്മിക ലോകം പോലെ തന്നെ ആധ്യാത്മിക ലോകത്തിലെ ജീവജാലങ്ങളുടെ ദേഹവും അത് പദാർത്ഥ നിർമ്മിതമല്ല, അത് ആത്മീയമായിട്ടുള്ള ശരീരങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവയ്ക്ക് നാശം സംഭവിക്കുന്നില്ല, അവരെല്ലാ കാലത്തും മുക്തരാണ്. അപ്പൊ അങ്ങനെയുള്ള ആധ്യാത്മിക ലോകത്തിൽ വസിക്കുന്ന വ്യക്തികൾക്ക് അവർക്ക് തെറ്റ് സംഭവിക്കില്ല. ഭൗതിക ലോകത്തില് വസിക്കുന്നവർക്ക് എല്ലാവർക്കും തന്നെ തെറ്റ് പറ്റും എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. അപ്പോ ഈ ഭൗതിക ലോകത്തിലുള്ള ജീവാത്മാക്കളെ ആധ്യാത്മിക ലോകത്തിൽ വസിക്കുകയും തമ്മിലുള്ള വ്യത്യാസം ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഇനി ഇപ്പൊ ജീവാത്മാക്കളെ പറ്റി പറഞ്ഞു. ഇനി അടുത്തത് ഇതിലും ഉപരിയായിട്ട് പരമാത്മാവിനെ പറ്റി എന്നാണ് പറയുന്നത്. ശ്ലോകം 17 ഉത്തമ പുരുഷസ്തന്യഃ പരമാത്മേത്യുദാഹൃതഃ യോ ലോകത്രയമാവിശ്യ വിവർത്യവ്യ ഈശ്വരഃ. ഉത്തമ പുരുഷസ്തന്യഃ പരമാത്മേത്യുദാഹൃതഃ യോ ലോകത്രയമാവിശ്യ വിവർത്യവ്യ ഈശ്വരഃ. ഉത്തമ പുരുഷസ്തന്യഃ പരമാത്മേത്യുദാഹൃതഃ യോ ലോകത്രയമാവിശ്യ വിവർത്യവ്യ ഈശ്വരഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഉത്തമ പുരുഷസ്തന്യഃ പരമാത്മേതു ദാഹൃതഃ യോ ലോകത്രയ ആവിശ്യ വിഭർത്തവ്യ ഈശ്വരഃ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു. ഉത്തമ പുരുഷസ്തന്യ പരമാത്മേത്യ ഉദാഹൃതഃ യോ ലോകത്രയം അവിശ്യ ബിഭർതി അവ്യയ ഈശ്വരഃ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഉത്തമ പുരുഷസ്തന്യേ പരമോ ഉദ്യുദാഹൃത യോ പരമാത്മേത്യ പരമാത്മാ ഇതി ഉദാഹൃതഃ. ഉദാഹൃതഃ യോ ലോകത്രയോ അവിശ്യ വിഭർത്യാവിശ്യ ഈശ്വര. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. വാസുദേവായ. ശ്ലോകം 17 ഉത്തമ പുരുഷസ്തന്യ പരമാത്മേതി ആഹൃതഃ യോ ലോകത്രയം ആവിശ്യ വിഭർത്യവ്യയ ഈശ്വര. ഹരേ കൃഷ്ണ. ഉത്തമ പുരുഷസ്തന്യ പരമാത്മേതി ഉദാഹൃതഃ യോ ലോകത്രയമാവിശ്യ വിഭർത്യവ്യയ ഈശ്വരഃ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഉത്തമ പുരുഷസ്തന്യ പരമാത്മേത്യുദാഹൃതഃ യോ ലോകത്രയമാവിശ്യ വിഭർത്യവ്യയ ഈശ്വരഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഉത്തമ പുരുഷസ്തന്യ പരമാത്മേതി ഉദാഹൃതഃ യോ ലോകത്രയമാവിശ്യ വിഭർത്യവ്യ ഈശ്വര. ഹരേ കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ. ഉത്തമ പുരുഷസ്തന്യ പരമാത്മേത്യുദാഹൃതഃ യോ ലോകത്രയമാവിശ്യ വിഭർത്യവ്യയ ഈശ്വര. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഉത്തമ പുരുഷസ്ത്വന്യ പരമാത്മേത്യുദാഹൃതഃ യോ ലോകത്രയമാവിശ്യ ബിഭർത്യവ്യയ ഈശ്വരഃ. ഹരേ കൃഷ്ണ. ഉത്തമ പുരുഷസ്തന്യ പരമാത്മേത്യ ഉദാഹൃത യോ ലോകത്രയ പശ്യ വിവർത്യവ്യ ഈശ്വരഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി.
ഓം നമോ ഭഗവതേ വാസുദേവായ. ഉത്തമ പുരുഷസ്ത്വന്യാ പരമാത്മേത്യുദാഹൃതഃ യോ ലോകത്രയമാവിശ്യ വിഭർത്യവ്യയ ഈശ്വരഃ. കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുവാരുടെ വിവർത്തനം ഭാവാർത്ഥവും അന്യഹാത്തു ഇവരെ കൂടാതെ പരമാത്മാ ഇതി പരമാത്മാവ് എന്ന് പറയപ്പെടുന്ന ഉദാഹൃത പറയപ്പെടുന്ന ഉത്തമ പുരുഷ പുരുഷോത്തമനായ ഭഗവാനുമുണ്ട്. യഹ ഈശ്വര ആ ഈശ്വരൻ അവ്യയ അവ്യയനും ലോകത്രയം 3 ലോകങ്ങളിലും ആവിശ്യ അന്തർഗതനായി വിഭർത്തി അവയെ പുലർത്തുന്നവനുമാണ്. ഇവരെ കൂടാതെ പരമാത്മാവ് എന്ന് പറയപ്പെടുന്ന പുരുഷോത്തമനായ ഭഗവാനുമുണ്ട്. ആ ഈശ്വരൻ അവ്യയനും 3 ലോകങ്ങളിലും അന്തർഗതനായി അവയെ പുലർത്തുന്നവരും ആണ്. എന്താണ് ഈ ശ്ലോകത്തിന്റെ ആശയം? കഠോപനിഷത്തിലും ശ്വേതാസുരോപനിഷത്തിലും എല്ലാം വളരെ വ്യക്തമായിട്ട് ഇത് പ്രസ്താവിച്ചിട്ടുണ്ട്. ശ്രീലപ്രഭുവാര് ഭാവാർത്ഥത്തിൽ ഇത് ഞാൻ എടുത്തു പറയുന്നത് നിത്യോ നിത്യാനാം ചേതനശ്ചേതനാനാം ഏകോ ബഹൂനാം യോ വിദദാതി കാമാൻ. നിത്യ ആ ഭഗവാൻ എന്ന് പറയുന്ന ആ വ്യക്തി, ഭഗവാൻ ഒരു വ്യക്തിയാണ്, അദ്ദേഹം ശാശ്വതനാണ്. പിന്നെ പറയുന്നത് എന്താണ്? ജീവാത്മാക്കളും ശാശ്വതരാണ്. പിന്നെ പറയുന്നത് എന്താണ്? ചേതനാന ഈ ഭഗവാനും ഉണ്ട് അവബോധം, ജീവാത്മാക്കൾക്കും ഉണ്ട് അവബോധം. പക്ഷെ എന്താണ് വ്യത്യാസം? ഈ ഭഗവാനും ജീവാത്മാക്കളും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നുള്ളതാണ് രണ്ടാമത്തെ ലൈനിൽ ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഏകോ ബഹൂനാം യോ വിദദാതി കാമാൻ. ഈ ഭൗതിക പ്രപഞ്ചത്തിൽ തന്നെ 84 ലക്ഷം തരത്തിലുള്ള ജീവജാലങ്ങളുണ്ട്. നമ്മൾ കഴിഞ്ഞ ഈ ശ്ലോകത്തിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. ഭൗതിക ലോകത്തിന്റെ 3 ഇരട്ടിയാണ് ആധ്യാത്മിക ലോകം. ഈ ഭൗതിക ലോകം തന്നെ നമുക്ക് അളക്കാൻ സാധിക്കാത്തതിനും ഉപരിയാണ്. നമ്മള് ഒരു സൂര്യമണ്ഡലം, ഒരു സൂര്യനും അതിനെ ചുറ്റിക്കറങ്ങുന്ന മറ്റുള്ള ഗ്രഹവും അതെല്ലാം കൂടെ ചേർന്നിട്ട് തന്നെ നമ്മളുടെ ഈ ഭൂമി തന്നെ നമുക്ക് ഒരു അളവെടുക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല. അപ്പൊ ഈ സൗരമണ്ഡലം എന്ന് പറയുന്നത് അതും എത്രയോ മടങ്ങ് ആണ്. അപ്പൊ അങ്ങനത്തെ 12 സൗരയൂഥങ്ങളുണ്ട് ഈ ഭൗതിക പ്രപഞ്ചത്തിൽ. ഇതെല്ലാം കൂടെ ചേർന്നിട്ട് ഭഗവാന്റെ മൊത്തം സൃഷ്ടിയുടെ വെറും 25% മാത്രമേ ആകുന്നുള്ളൂ. അതിന്റെ 3 ഇരട്ടിയാണ് ആധ്യാത്മിക ലോകങ്ങൾ എന്ന് പറയുന്നത്. അപ്പോ ഈ മൊത്തം പ്രപഞ്ചത്തിൽ, ഭൗതിക പ്രപഞ്ചവും ആധ്യാത്മിക പ്രപഞ്ചത്തിലും ഉള്ള എല്ലാ ജീവജാലങ്ങളുടെയും ആവശ്യങ്ങളെല്ലാം നിറവേറ്റുന്നത് വിദദാതി കാമാൻ, അവരുടെ എല്ലാം ആവശ്യങ്ങളും നിറവേറ്റുന്നത് ഈ ഒരു ഭഗവാനാണ്. അപ്പോ നമുക്ക് ആലോചിച്ചറിയാൻ പറ്റും ആ ഭഗവാന്റെ ശക്തി എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. ഈ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ കൊറോണ വന്ന സമയത്ത് ഈ ഓക്സിജന് വേണ്ടി നമ്മൾ എത്രത്തോളം കഷ്ടപ്പെട്ടിരുന്നു. ഓക്സിജൻ എന്തായിരുന്നു ഡിമാൻഡ് ആ സമയത്ത്. പക്ഷെ ഈ മൊത്തം പ്രപഞ്ചത്തിന് വേണ്ട ഓക്സിജൻ അത്രയും ഈ പരമദിവ്യോത്തമ കൃഷ്ണനായിട്ടുള്ള ഭഗവാൻ കൃഷ്ണൻ ഫ്രീ ആയിട്ട് നമുക്ക് സപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ മരുഭൂമിയിലൊക്കെ ജലക്ഷാമമുണ്ട്. പക്ഷെ നമുക്കൊരിക്കലും അങ്ങനെ ഒരു ജലക്ഷാമം അനുഭവപ്പെട്ടിട്ടില്ല. എന്തുകൊണ്ടാണ്? അതെല്ലാം തന്നെ ഭഗവാന്റെ കൃപയാണ്. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത് യോ വിദദാതി കാമാൻ. ഈ എല്ലാ ജീവജാലങ്ങൾക്കും വേണ്ട അവരുടെ ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടതെല്ലാം തന്നെ നിറവേറ്റുന്നത് ഈ ഒരു ഭഗവാനാണ്. അപ്പോ അതാണ് ആ ഭഗവാന്റെ ആ മഹത്വം എന്ന് പറയുന്നത്. ഈ 17ാമത്തെ ശ്ലോകത്തിലും അത് തന്നെയാണ് പറയുന്നത്. ലോകത്രയം ആവിശ്യ വിഭർത്തി. ഞാൻ 3 ലോകങ്ങളിലും അന്തർഗതനായി ഈ 3 ലോകങ്ങളെ ഞാൻ പുലർത്തുന്നു എന്നുള്ളതാണ് ഭഗവാൻ പറയുന്നത്. അപ്പൊ അങ്ങനെ ഈ ബദ്ധരും മുക്തരുമായിട്ടുള്ള ഈ സംഖ്യാതീതരായിട്ടുള്ള ജീവാത്മാക്കൾക്ക് വേണ്ടത് എല്ലാം തന്നെ സപ്ലൈ ചെയ്യുന്നത് ഈ ഒരു ഭഗവാനാണ്. ഭഗവാൻ ഒന്നേ ഉള്ളൂ. ഏകലേ ഈശ്വര കൃഷ്ണ അവർ സഭ ഭൃത്യ. മറ്റുള്ളവരും തന്നെ ഭഗവാന്റെ ഭൃത്യന്മാരാണ്. ഇന്ദ്രൻ, ചന്ദ്രൻ, സൂര്യൻ, വരുണൻ അവരെല്ലാവരും തന്നെ ഭഗവാന്റെ ഭൃത്യന്മാരാണ്. അപ്പോ
ഈ ഭഗവാൻ ജീവാത്മാക്കളെ സംരക്ഷിക്കുന്നു, അവരുടെ വ്യത്യസ്ത കർമ്മങ്ങളെ മുൻനിർത്തിക്കൊണ്ട് അവർക്ക് വേണ്ട സുഖവും ദുഃഖവും എല്ലാം തന്നെ പ്രദാനം ചെയ്യുന്നു. കർമ്മണ ദൈവനേത്രേണ, നമ്മള് എവിടെ വെച്ചിട്ടാണോ കർമ്മങ്ങൾ നിർത്തുന്നത്, അടുത്ത ജന്മത്തിൽ നമുക്കത് കണ്ടിന്യൂ ചെയ്യാനായിട്ടുള്ള അവസരം പ്രദാനം ചെയ്യുന്നത് ഈ ഭഗവാൻ തന്നെയാണ്. അദ്ദേഹം വസിക്കുന്നത് ഗോലോക വൃന്ദാവനത്തിലാണ് എന്നുണ്ടെങ്കിലും ബ്രഹ്മസംഹിതയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഗോലോക വസതി അഖിലാത്മഭൂത. ആ ഗോലോകത്തിൽ വസിക്കുന്ന ആ ഭഗവാൻ എല്ലാ ജീവജാലങ്ങളുടെയും ആവശ്യങ്ങൾ നിറവേറ്റുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോ അദ്ദേഹം പരമാത്മാ രൂപത്തിൽ എല്ലാവരുടെയും ഹൃദയത്തില് വസിക്കുന്നുണ്ട്. ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശി അർജുന തിഷ്ഠതി. അദ്ദേഹം അങ്ങനെ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നുമുണ്ട്. ഈ ഓരോരുത്തരുടെയും ഹൃദയത്തില് പരമാത്മാ രൂപത്തിൽ വസിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, ഈ ഭൗതിക പ്രപഞ്ചത്തില് ഗർഭോദക്ഷയ വിഷ്ണുവായിട്ട് അദ്ദേഹം പ്രവേശിക്കുന്നുണ്ട്. പിന്നെ പരമാത്മാ രൂപത്തില് അദ്ദേഹം വസിക്കുന്നുണ്ട്. അപ്പോ ഇത് എല്ലാം തന്നെ ഈ ഒരൊറ്റ ഭഗവാൻ, പരമദിവ്യത്തിലുള്ള ഭഗവാൻ കൃഷ്ണനാണ് എന്നുള്ളതാണ് ഇവിടെ സ്വയം ഭഗവാൻ തന്നെ അർജുനനോട് പറയുന്നത്. പക്ഷെ ഇതെല്ലാവർക്കും തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നില്ല. ഭഗവാൻ പ്രപഞ്ചത്തിന് മുഴുവൻ നിൽക്കുന്നുണ്ട്, ഓരോ തൂണിലും തുരുമ്പിലും ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നില്ല. പക്ഷെ 5 വയസ്സായിട്ടുള്ള പ്രഹ്ലാദനെ തിരിച്ചറിയാനായിട്ട് സാധിച്ചു. അദ്ദേഹം ഒരു കൊച്ചുകുട്ടിയായിരുന്നിട്ട് പോലും ആ ഭഗവാന്റെ മഹത്വം എന്താണ്, ഭഗവാൻ എങ്ങനെയാണ് തന്നെ സംരക്ഷിക്കുന്നത് എന്നുള്ളത് പ്രഹ്ലാദന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. പക്ഷെ അസുരകുലത്തിന്റെ അധിപതിയായിട്ടുള്ള ഹിരണ്യകശിപുവിന് അത് മനസ്സിലാക്കാനായിട്ട് സാധിച്ചില്ല. വാസ്തവത്തില് ഈ ഹിരണ്യകശിപുവിനെ വധിക്കാനായിട്ട് ഭഗവാന് ഇവിടെ അവതരിക്കേണ്ട ആവശ്യം തന്നെ ഇല്ല. ഭഗവാന് അവിടെ ഇരുന്നുകൊണ്ട് തന്നെ സുദർശന ചക്രം വായിച്ചിട്ട് ഈ ഹിരണ്യകശിപുവിനെ നിഗ്രഹിക്കാമായിരുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് ഭഗവാൻ അവതരിച്ചത്? 7ാമത്തെ സ്കന്ധത്തില് പറയുന്നുണ്ട്, സത്യം വിദാതും നിജഭൃത്യഭാഷിതം. തന്റെ ഭക്തന്റെ വാക്കുകളെ സാർത്ഥീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ. പ്രഹ്ലാദൻ പറഞ്ഞു ഈ തൂണിലുണ്ട് എന്ന് പറഞ്ഞപ്പോ ആ വാക്കുകളെ സാർത്ഥീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ആ തൂണിനകത്ത് പ്രത്യക്ഷപ്പെട്ടത്. അപ്പോ അതുകൊണ്ടാണ് ഭഗവാൻ അർജുനനോട് പറയുന്നത്, കൗന്ദയ പ്രതിജാനീഹി നമേ ഭക്തി പ്രണശതി. കുന്തിപുത്ര അർജുന, നീ ധൈര്യമായിട്ട് വിളിച്ചു പറയൂ, എന്റെ ഭക്തന് നാശം സംഭവിക്കുന്നില്ല എന്ന് വിളിച്ചു പറയൂ. എന്തുകൊണ്ടാണ്? ഭഗവാൻ പറയുമ്പോഴും പലപ്പോഴും സംശയം ഉണ്ടാകും. കാരണം ഭഗവാൻ പലപ്പോഴും സ്വന്തം വാക്ക് തെറ്റിക്കുന്ന ഒരു വ്യക്തിയാണ്. അവസരത്തിനനുസരിച്ച് ഭഗവാൻ വാക്ക് മാറ്റാറുണ്ട്. പക്ഷെ ഭക്തന്മാര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭഗവാൻ അത് പിടിച്ചു തോന്നും. ഭഗവാൻ അവരുടെ വാക്കുകളെ സാർത്ഥകമാക്കാൻ വേണ്ടിയിട്ട് എന്തും തന്നെ ചെയ്യാനായിട്ട് തയ്യാറാവും. അപ്പോ അതുകൊണ്ടാണ് ഭഗവാൻ ഭക്തന്മാരോട് പറയുന്നത്, നിങ്ങൾ പറയൂ എന്ന് പറയുന്നത്. കാരണം ഭക്തന്മാര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ ഭഗവാൻ ആ വാക്കുകളെ സാർത്ഥകമായിട്ട് എന്തും തന്നെ ചെയ്യും. ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, അഹം ഭക്ത പരാധീനഹ എന്ന് പറയുന്നുണ്ട്. ഞാൻ ഭക്തന്മാർക്ക് പരാധീനാണെന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അപ്പോ ഇത്രയും മഹത്തരമായിട്ടുള്ള വ്യക്തി, 3 ലോകങ്ങളെയും പുലർത്തുന്ന ആ ഒരു വ്യക്തി തന്റെ ഭക്തന് വേണ്ടിയിട്ട് എന്തും ചെയ്യാനായിട്ട് തയ്യാറാണ് ചെയ്യുന്നത്. വേറെ ആരാണ് ഇതുപോലെ തയ്യാറാവുക? നമുക്കൊരു ചെറിയ പൊസിഷൻ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ പൊസിഷനിൽ തൂങ്ങിക്കൊണ്ട് നമ്മൾ മറ്റുള്ളവരുടെ കമാൻഡുകൾ കൊടുക്കാനായിട്ട് തുടങ്ങും. അതേസമയം ഭഗവാൻ തന്റെ ഭക്തന്റെ കമാൻഡുകളെ ശിരസാ വഹിച്ചിട്ട് അവർക്ക് വേണ്ടിയിട്ട് എന്തും തന്നെ ചെയ്യാൻ തയ്യാറാകാണ് ചെയ്യുന്നത്. അർജുനന്റെ തേരാളിയായി, ബൈരി മഹാരാജാവിന്റെ കൊട്ടാരം കാവൽക്കാരനായി, അങ്ങനെ തന്റെ ഭക്തന്മാർക്ക് വേണ്ടിയിട്ട് ഭഗവാൻ എന്തും തന്നെ ചെയ്യാൻ തയ്യാറാണ്. അതാണ് ഈ ഭഗവാന്റെ ആ മഹിമ എന്ന് പറയുന്നത്. അങ്ങനെയുള്ളതാണ് യഥാർത്ഥത്തില് ഉത്തമനായിട്ടുള്ള പുരുഷൻ, പരമദിവ്യപുരുഷനായിട്ടുള്ള ഭഗവാൻ കൃഷ്ണൻ. അല്ലാതെ വേറെ ആർക്കും തന്നെ ഇത്തരത്തില് ഉള്ള ആ ഒരു ഗുണം ആർജിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോ എന്തുകൊണ്ടാണ് ഭഗവാനെ ഈ
പുരുഷോത്തമൻ എന്ന് പറയുന്നത്. നമ്മൾ പുരുഷോത്തമ യോഗം ആണ് ചർച്ച ചെയ്തു വരുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ഭഗവാനെ പുരുഷോത്തമൻ എന്ന് പറയുന്നത് എന്നുള്ളതാണ് അടുത്ത 18ാമത്തെ ശ്ലോകത്തില് പറയുന്നത്. ശ്ലോകം 18. യസ്മാദക്ഷരമതീതോപി അക്ഷരാദ വിചോത്തമഃ അദോസ്മി ലോകേ വേദേ ച പ്രതിത പുരുഷോത്തമഃ. യസ്മാദക്ഷരമതീതോപി അക്ഷരാദ വിചോത്തമഃ അദോസ്മി ലോകേ വേദേ ച പ്രതിത പുരുഷോത്തമഃ. യസ്മാദക്ഷരമതീതോഹം അക്ഷരാദ വിചോത്തമഃ അദോസ്മി ലോകേ വേദേ ച പ്രതിത പുരുഷോത്തമഃ. വിഷ്ണുപ്രഭുജി പ്രണാമം. യസ്മാദക്ഷരമതീതോ അഹം അക്ഷരാദപിചോത്തമ അദോ അസ്മി ലോകേ വേദാച പ്രതിത പുരുഷോത്തമഃ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. യസ്മാദക്ഷരമതീതോ അഹം അക്ഷരാദപിചോത്തമ അദോ അസ്മി ലോകേ വേദേ ച പ്രതിത പുരുഷോത്തമ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. യസ്മാദക്ഷരമതീതോഹം അക്ഷരാദപിചോത്തമഃ അദോസ്മി ലോകേ വേദേ ച പ്രതിത പുരുഷോത്തമഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. യസ്മാദക്ഷരമതീതോ അഹം അക്ഷരാദപിചോത്തമഃ അദോ അസ്മി ലോകേ വേദേ ച പ്രതിത പുരുഷോത്തമഃ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. യസ്മാദക്ഷരമതീതോഹം അഹം അക്ഷരമാദപീചോത്തുത്തമഃ അദോ അസ്മി ലോകേ വേദേ ച പ്രതിത പുരുഷോത്തമഃ. ഭഗവതേ വാസുദേവായ. യസ്മാത് അഹം അക്ഷരം അതീതോ അക്ഷരാദപിചോത്തമഃ അദോ അസ്മി ലോകേ വേദേ ച പ്രതിത പുരുഷോത്തമഃ. ഹരേ കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ. യസ്മാത് അക്ഷരമതീതോഹം അഹമക്ഷരാദപിചോത്തമ അദോ അസ്മി ലോകേ വേദേ ച പ്രതിത പുരുഷോത്തമ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. യസ്മാദക്ഷരമിദോദോഹമക്ഷരാദപിചോത്തമ അദോസ്മി ലോകേ വേദേ ച പ്രതിതം പുരുഷോത്തമഃ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. യസ്മാക്ഷരമതീതോഹം അക്ഷരാദപിചോത്തമഃ അദോസ്മി ലോകേ വേദേ ച പ്രതിത പുരുഷോത്തമഃ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രീലപ്രഭുവാരുടെ വിവർത്തനം ഭാവാർത്ഥം. അഹം ഞാൻ, അതീതഃ ഇന്ദ്രിയാതീതനും, ക്ഷരം തെറ്റുപറ്റാവുന്ന ജീവാത്മാക്കൾക്കും, അക്ഷരാത് അപി അനശ്വരരായവർക്കും, അതീതഃ അതീതനും, ഉത്തമഃ ച സർവശ്രേഷ്ഠനും ആകുന്നു. അതഃ അതുകൊണ്ട്, ലോകേ എല്ലാ ലോകങ്ങളിലും, വേദേച്ച വേദങ്ങളിലും, പുരുഷോത്തമഃ പുരുഷോത്തമനെന്ന്, പ്രതിതഃ അസ്മി ഞാൻ പ്രസിദ്ധനാണ്. ഞാൻ ഇന്ദ്രിയാതീതനും തെറ്റ് പറ്റാവുന്ന ജീവാത്മാക്കൾക്കും അനശ്വരരായവർക്കും അതീതനും സർവശ്രേഷ്ഠനും ആകുന്നു. അതുകൊണ്ട് എല്ലാ ലോകങ്ങളിലും വേദങ്ങളിലും പുരുഷോത്തമനെന്ന് ഞാൻ പ്രസിദ്ധനാണ്. അപ്പോ ഭഗവാനെ ഉത്തമ പുരുഷ അല്ലെങ്കിൽ പുരുഷോത്തമൻ എന്നാണ് പറയുന്നത്. ബദ്ധ ജീവാത്മാക്കൾക്കാകട്ടെ അല്ലെങ്കിൽ മുക്താത്മാക്കൾക്കാകട്ടെ ആർക്കും തന്നെ ഭഗവാന് തുല്യനാകാനോ അല്ലെങ്കിൽ ഭഗവാനേക്കാൾ ഉത്തമനാകാനോ സാധിക്കില്ല. ഇപ്പോ ശ്രീല പ്രഭുവാര് ഉദാഹരണം പറയുന്നുണ്ട്. ഇപ്പൊ സമുദ്രമാണ്. അപ്പൊ ആ സമുദ്രത്തിൽ നിന്ന് നമ്മളിപ്പോ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഗ്ലാസ് വെള്ളത്തിന് ആ സമുദ്രജലത്തിന്റെ ഗുണം ഉണ്ട് എന്നുണ്ടെങ്കിലും നമുക്ക് ഒരു ഗ്ലാസ് വെള്ളത്തിന് സമുദ്രം എന്ന് പറയാനായിട്ട് സാധിക്കില്ല. സമുദ്രവും സമുദ്രജലം സമുദ്രജലവും ആണ്. അപ്പൊ ആ വ്യത്യാസമാണ് ഭഗവാന്റെ തന്നെ പല ഗുണങ്ങളും ഉള്ള നമ്മുടെ ജീവാത്മാക്കൾ തമ്മിലുള്ളത്. ഭഗവാന് എല്ലാ ഗുണങ്ങളും പൂർണ്ണമായിട്ടും ഉണ്ട്. പക്ഷെ നമ്മൾ ജീവാത്മാക്കൾക്ക് വളരെ ചെറിയ അംശം ഗുണങ്ങൾ മാത്രമേ
ഉണ്ടായിരിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഭഗവാനെ വിഭു എന്നും നമ്മൾ ജീവാത്മാക്കളെ അണു എന്നും പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ എല്ലാത്തിനും അതീതനാണെന്ന് പറയുന്നത്? ഭഗവാൻ കുട്ടിയായിരുന്ന സമയത്ത് സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തില് ഗുരുകുല വിദ്യാഭ്യാസം ചെയ്യാനായിട്ട് പോയിരുന്നു. അദ്ദേഹം 64 ദിവസം കൊണ്ട് 64 കലകളിൽ പ്രാവീണ്യം നേടി. ഇത് നമുക്കൊക്കെ എത്ര വർഷങ്ങൾ നമ്മൾ വിദ്യാഭ്യാസം ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ചെങ്കിലും ഒരു അറിവുണ്ട് എന്നുള്ളത് നമ്മൾ അഹങ്കരിക്കുന്നത്, അതും ഭൗതികമായിട്ടുള്ള അറിവ്. ഭഗവാൻ ഭൗതികമായിട്ടുള്ള അറിവ് മാത്രമല്ല, ആധ്യാത്മികമായിട്ടുള്ള അറിവും എല്ലാത്തിലും നിപുണനാണ്. ഭഗവാൻ എല്ലാ കാര്യങ്ങളിലും ഒരേപോലെ നിപുണനാണ്. അപ്പോ ആ ഒരു കഴിവ് ഒരു ഉത്തമനായിട്ടുള്ള ഒരു വ്യക്തിക്ക് മാത്രം നേടാൻ സാധിക്കുന്നതാണ്. അതുപോലെ കൊച്ചുകുട്ടിയായിരിക്കുന്ന സമയത്ത് ഭഗവാൻ ഗോകുലത്തിൽ നടത്തിയ ലീലകൾ, ഓരോ ദിവസവും ഓരോ ലീലകൾ, അത് എല്ലാം തന്നെ ആ ഭഗവാന്റെ മഹത്വം എടുത്തു കാണിക്കുന്നതാണ്. പലരും ഭഗവാനാണ് എന്ന് അവകാശപ്പെടും. നമ്മുടെ ഈ ഭൗതിക ലോകത്തിൽ തന്നെ നമുക്കറിയാം, സ്വയം ഭഗവാനാണ് എന്ന് ഡിക്ലെയർ ചെയ്യുന്നവരുണ്ട്. പക്ഷെ അവർക്കൊക്കെ തന്നെ ഭഗവാൻ കാണിച്ചിരുന്ന ആ ഗോകുലത്തിലെ ലീലകളില് ഏതെങ്കിലും ഒരെണ്ണം എങ്കിലും കാണിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് പ്രഭുപാദർ ചോദിക്കുന്നത്. ഭഗവാൻ ഓരോ അവതാരങ്ങളും എടുക്കുന്നുണ്ട്. ഓരോ അവതാരത്തിലും മാതാവും പിതാവും ആരായിരിക്കും, ഇതെല്ലാം തന്നെ നമ്മളുടെ വേദങ്ങളിൽ എടുത്തെടുത്ത് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് വേദേച്ച പ്രതിഥ എന്ന് പറയുന്നത്. ഞാൻ വേദങ്ങളിലും പ്രസിദ്ധനാണ് എന്ന് ഭഗവാൻ പറയുന്നത്. ഭഗവാന് രൂപമുണ്ട്, ജീവാത്മാക്കൾക്കും രൂപമുണ്ട്. അപ്പോ ഭഗവാനും ജീവാത്മാക്കളും വ്യക്തികളാണ്. ഭഗവാൻ അത് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, ഞാൻ വ്യക്തിയാണ് എന്ന് പറയുന്നുണ്ട്. പിന്നെ എന്താണ് നമ്മളും ഭഗവാനും തമ്മിലുള്ള വ്യത്യാസം? ജീവാത്മാക്കൾക്ക് ബദ്ധാവസ്ഥയിലായിരുന്നാലും ശരി, മുക്താവസ്ഥയിലായിരുന്നാലും ശരി, ഭഗവാന്റെ ആ അചിന്ത്യമായിട്ടുള്ള ലീലകളെ, ശക്തികളെ വെല്ലുവിളിക്കാനായിട്ട് ആർക്കും തന്നെ സാധിക്കില്ല. എത്ര അസുരഗണങ്ങളെ ഭഗവാൻ നിഗ്രഹിച്ചിട്ടുണ്ട്, അതും തന്നെ ആയുധം ഒന്നുമില്ലാതെ. പൂതന എന്ന് പറയുന്ന രാക്ഷസി, തൃണാവർത്തൻ, വത്സാസുരൻ, ബഗാസുരൻ, അകാസുരൻ, ധേനുകാസുരൻ, പ്രളംബാസുരൻ, ഇങ്ങനെ എത്ര അസുരന്മാരെ ഒരു ആയുധങ്ങളും പോലും ഇല്ലാതെ ഭഗവാൻ നിഗ്രഹിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഭഗവാന്റെ പ്രസിദ്ധമായിട്ടുള്ള ലീലകളാണ് ദാമോദർ ലീല, ബ്രഹ്മവിമോഹന ലീല, ഗോവർദ്ധനോദ്ധാരണ ലീല. ഇതെല്ലാം തന്നെ പ്രസിദ്ധമായിട്ടുള്ള ലീലകളാണ്. ഇതെല്ലാം നമുക്ക് തോന്നും ഇതെല്ലാം ഈ ഭൗതിക ലോകത്തിലെ ഭഗവാൻ കാണിച്ച ലീലകളല്ലേ? അല്ല. നേരത്തെ പറഞ്ഞതുപോലെ ആധ്യാത്മിക ലോകങ്ങൾ ഈ ഭൗതിക പ്രപഞ്ചത്തിന്റെ 3 ഇരട്ടിയുണ്ട്. ഭൗതിക പ്രപഞ്ചം തന്നെ ഒരുപാടുണ്ട്. അതില് ഓരോ പ്രപഞ്ചത്തിലും ഭഗവാൻ ഓരോ അവതാരങ്ങൾ പല സമയത്തും എടുക്കുന്നുണ്ട്. അവിടെ എല്ലാം തന്നെ നിരന്തരം ഭഗവാന്റെ ലീലകള് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഭഗവാൻ ദ്വാരകയിലായിരുന്ന സമയത്ത് ഈ 16,108 പത്നിമാരുടെ ഗ്രഹങ്ങളിലും ഒരേ സമയം സന്നിഹിതനായിരുന്നു. നാരദ മഹർഷിയെ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. അപ്പോ ഇങ്ങനെ ആ ഭഗവാന്റെ എല്ലാ തരത്തിലും ഉള്ള ആ മഹിമകള് വളരെ പ്രസിദ്ധമാണ്. അത് 3 ലോകങ്ങളിലും പ്രസിദ്ധമാണ്, വേദങ്ങളിലും പ്രസിദ്ധമാണ്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ദോസ്മി ലോകേ വേദേച്ച, എല്ലാ ലോകങ്ങളിലും അതുപോലെ തന്നെ എല്ലാ വേദങ്ങളിലും ഭഗവാന്റെ ലീലകൾ പ്രസിദ്ധമാണ്. അതുകൊണ്ടാണ് എല്ലാവരും ഭഗവാന് പുരുഷോത്തമൻ എന്ന് പറയുന്നത്. ഈ ഭഗവാന്റെ ഈ മഹിമകള് ഇത് ആർക്കും തന്നെ ഒരു കാലത്തും മറികടക്കാനായിട്ട് സാധിക്കില്ല. ഭൗതികമായിട്ട് നമ്മൾ എന്തെങ്കിലും നേട്ടങ്ങള്, ഇപ്പൊ നമ്മുടെ ഇന്ത്യ മഹാരാജ്യം നേടുന്ന നേട്ടങ്ങൾ ചിലപ്പോൾ കുറെ കഴിയുമ്പോൾ ചൈന നേടും, ചില കഴിയുമ്പോൾ അമേരിക്ക നേടും. അതുപോലെ അമേരിക്ക നേടുന്നത് നമ്മളിപ്പോൾ നേടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഭൗതികമായിട്ട് നമുക്ക് പല നേട്ടങ്ങളും കൈവരിക്കാനായിട്ട് സാധിക്കും എന്നുണ്ടെങ്കിലും ആധ്യാത്മികമായിട്ട് ഭഗവാന്റെ ആ അതീന്ദ്രിയമായിട്ടുള്ള ആ കഴിവുകള് അത് ആർക്കും തന്നെ
ഒരു കാലത്തും അതിനെ മറികടക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ടാണ് ഭഗവാനെ പുരുഷോത്തമൻ എന്ന് പറയുന്നത് എന്നുള്ളതാണ് ഈ ശ്ലോകത്തില് പറയുന്നത്. അപ്പോ സംബന്ധ ജ്ഞാനം കഴിഞ്ഞു. ഇനി അടുത്തത് 19ാമത്തെ ശ്ലോകത്തിൽ എന്താണ് അഭിധേയ ജ്ഞാനം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. എങ്ങനെ നമ്മളെ ഭഗവാനുമായിട്ടുള്ള ആ റിലേഷൻഷിപ്പ് മനസ്സിലാക്കിയതിന് ശേഷം അതിനെ എങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാം, ഭഗവാനായിട്ട് നമ്മളെ കണക്ട് ചെയ്യാം എന്നുള്ളതാണ് 19ാമത്തെ ശ്ലോകത്തില് പറയുന്നത്. അത് തീർക്കാൻ പറ്റുമെന്ന് ശ്രമിക്കാം. ശ്ലോകം 19. യോ മാം ഏവമസമ്മൂഢോ ജാനാതി പുരുഷോത്തമം സ സർവവിദ് ഭജതി മാം സർവഭാവേന ഭാരത. യോ മാം ഏവമസമ്മൂഢോ ജാനാതി പുരുഷോത്തമം സ സർവവിദ് ഭജതി മാം സർവഭാവേന ഭാരത. യോ മാം ഏവമസമ്മൂഢോ ജാനാതി പുരുഷോത്തമം സ സർവവിദ് ഭജതി മാം സർവഭാവേന ഭാരത. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 19. യോ മാമേവ സമൂഢോ ജാനാതി പുരുഷോ മാമേവ അസമൂഢോ ജാനാതി പുരുഷോത്തമം സ സർവവിദ് ഭജതി മാം സർവഭാവേന ഭാരത. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. യോ മാമേവമസമ്മൂഢോ ജാനാതി പുരുഷോത്തമം സ സർവവിദ് ഭജതി മാം സർവഭാവേന ഭാരത. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. യോ മാവേവ അസമ്മൂഢോ ജാനാതി പുരുഷോത്തമം സ സർവവിദ് ഭജതി മാം സർവഭാവേന ഭാരത. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. യോ മാമേവമസമ്മൂഢോ ജാനാതി പുരുഷോത്തമം സ സർവവിദ് ഭജതി മാം സർവഭാവേന ഭാരത. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. യോ മാമേവമസമ്മൂഢോ ജാനാതി പുരുഷോത്തമം സ സർവവിദ് ഭജതി മാം സർവഭാവേന ഭാരത. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. യോ മാം ഏവം അസമ്മൂഢോ ജാനാതി പുരുഷോത്തമം സ സർവവിദ് ഭജതി മാം സർവഭാവേന ഭാരത. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. യോ മാമേവമസമ്മൂഢോ ജാനാതി പുരുഷോത്തമം സ സർവവിദ് ഭജതി മാം സർവഭാവേന ഭാരത. ഹരേ കൃഷ്ണ. യോ മാമേവ സമ്മൂഢോ ജാനാതി പുരുഷോത്തമം സ സർവവിദ് ഭജതി മാം സർവഭാവേന ഭാരത. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. മസമ്മൂഢോ ജാനാതി പുരുഷോത്തമം മാം സർവഭാവേന ഭാരത. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. യോ മാമേവ സമ്മൂഢോ ജാനാതി പുരുഷോത്തമം സ സർവവിദ് ഭജതി മാം സർവഭാവേന ഭാരത. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. യോ മാമേവമസമ്മൂഢോ ജാനാതി പുരുഷോത്തമം സർവവിദ് ഭജതി മാം സർവഭാവേന ഭാരത. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രീലപ്രഭുവാന്റെ വിവർത്തനം ഭാവാർത്ഥവും. ഭാരത, ഹേ ഭരതശ്രേഷ്ഠ, മാം എന്നെ, ഏവം ഇപ്രകാരം, പുരുഷോത്തമം പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനാണെന്ന്, അസമ്മൂഢ സംശയം കൂടാതെ, ജാനാതി അറിയുന്നത് ആരാണ്, സഹ അവർ, സർവവിദ് എല്ലാം അറിയുന്നവരായി, സർവഭാവേന എല്ലാവിധത്തിലും, മാം എന്റെ, ഭജതി ഭക്തിയുത സേവനത്തിൽ മുഴുകിയിരിക്കുന്നു. ഹേ ഭരതശ്രേഷ്ഠ, എന്നെ ഇപ്രകാരം പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനാണെന്ന് സംശയം കൂടാതെ അറിയുന്നത് ആരാണോ അവർ എല്ലാം അറിയുന്നവരായി എല്ലാവിധത്തിലും എന്റെ ഭക്തിയുത സേവനത്തിൽ മുഴുകിയിരിക്കുന്നു. ഇതാണ് അഭിധേയ ജ്ഞാനം എന്ന് പറയുന്നത്.
കാര്യങ്ങള് മനസ്സിലാക്കിയത് കൊണ്ട് കാര്യമില്ല. അത് നമ്മൾ പ്രാവർത്തികമായിട്ട് നമ്മൾ അത് അനുഷ്ഠിക്കണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. നമ്മൾ വേറൊരു ശ്ലോകത്തിലും അത് പഠിച്ചിരുന്നു. അഹം സർവസ്യ പ്രഭവ മത്തഃ സർവം പ്രവർത്തതേ ഇതി മത്വാ ഭജന്തേ മാം ബുധാ ഭാവസമന്വിതാഃ. ബുദ്ധിമാന്മാര് എന്ത് ചെയ്യും? ഭജതി മാം, എന്നെ എല്ലാ പ്രകാരത്തിലും ഭജിക്കും. സർവഭാവേന ഭാരത, എല്ലാ രീതിയിലും എന്നെ ഭജിക്കും എന്ന് ഭഗവാൻ അർജുനനോട് പറയുന്നുണ്ട്. അപ്പോ നമ്മളെല്ലാവരും തന്നെ ഭഗവാന്റെ നിത്യദാസന്മാരാണ്. ഭഗവാനാണ് എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാ കാരണങ്ങൾക്കും കാരണവും ഭഗവാനാണ്. സൃഷ്ടി, സ്ഥിതി, സംഹാരം ഇതെല്ലാം തന്നെ നടക്കുന്ന ഭഗവാന്റെ നിയന്ത്രണത്തിലാണ്. അപ്പോ ഒന്നും കൂടെ പറയൂ പ്രഭു. എന്തോ ജ്ഞാനമാ? ഇതാണ് അഭിധേയ ജ്ഞാനം. അതായത് നേരത്തെ നമ്മള് സംബന്ധ ജ്ഞാനം, ഭഗവാനുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി അത് പ്രായോഗികമായിട്ട് നമുക്ക് എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. അപ്പോ ഈ ശ്ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്കാണ് ഭജതി എന്ന് പറയുന്നത്. അതായത് ഭക്തി സേവനത്തില് മുഴുക എന്ന് പറയുന്നത്. അപ്പോ അതിന് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്? നമ്മൾ ഭഗവാനെ ഭജിക്കണം. അതുപോലെ തന്നെ ഭഗവാന്റെ ഭക്തന്മാർക്ക് നമ്മൾ സേവനം അനുഷ്ഠിക്കുക. ഈ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ഭഗവാനെ ഭജിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവർക്കും സേവനം അനുഷ്ഠിക്കുന്നതിന്റെ ആ എല്ലാ ഫലങ്ങളും ഭഗവാനെ സേവനം, ഭക്തിയുത സേവനം അനുഷ്ഠിക്കുന്നു നേടാനായിട്ട് സാധിക്കും. ശ്രീമദ് ഭാഗവത്തില് പറയുന്നുണ്ട്, യഥാ തരോർമൂല നിഷേചനേന തൃപ്യന്തി യസ്കന്ധ ഭുജോഗ ശാഖാഹ എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ നമ്മള് ഒരു വൃക്ഷത്തിന്റെ വേരില് വെള്ളം ഒഴിക്കുമ്പോ ആ വൃക്ഷത്തിന്റെ ഇലകളും കായ്ക്കളും പൂക്കളും എല്ലാം തളർക്കുന്നത് പോലെ തന്നെ നമ്മുടെ ഭഗവാന് വേണ്ടി സേവനം അനുഷ്ഠിക്കുമ്പോൾ മറ്റുള്ള എല്ലാ ജീവജാലങ്ങളും തൃപ്തിപ്പെടും എന്ന് പറയുന്നുണ്ട്. അപ്പോ നമ്മള് സർവഭാവേന നമ്മൾ ഏത് പ്രകാരത്തിലായി കഴിഞ്ഞാലും ശരി, നമ്മൾ ഏത് അവസ്ഥയിൽ ഇരുന്നു കഴിഞ്ഞാലും ശരി, നമ്മൾ ഭഗവാന് വേണ്ടി ഭക്തിയുത സേവനം അനുഷ്ഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോ അങ്ങനെ ഭക്തിയുത സേവനത്തിൽ മുഴുകിയ ഒരു വ്യക്തിക്ക് ഭഗവാനെ മനസ്സിലാക്കാനായിട്ട് വേറെ യാതൊരു തരത്തിലുള്ള ആധ്യാത്മിക പ്രക്രിയയും സ്വീകരിക്കേണ്ട ആവശ്യം തന്നെ ഇല്ല. എന്തുകൊണ്ടാണ്? ഭഗവാൻ പറയുന്നുണ്ട്, ഭക്തിയാമാം അഭിജാനാതി, എന്നെ കേവലം ഭക്തി കൊണ്ട് മാത്രം മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഭഗവാന് സേവനം അനുഷ്ഠിക്കുമ്പോൾ നമുക്ക് എല്ലാ വിഷമഘട്ടങ്ങളിലും വളരെ എളുപ്പത്തിൽ തരണം ചെയ്യാനായിട്ട് സാധിക്കും. ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, മച്ചിത്തഹ സർവദുർഗാനി മത് പ്രസാദ തരിഷ്യസി. തരിഷ്യസി എന്ന് പറഞ്ഞ ക്രോസ് ഓവർ, നമുക്ക് മറികടക്കാനായിട്ട് സാധിക്കും. എന്തിനേയും മറികടക്കാനായിട്ട് സാധിക്കും? സർവദുർഗാണി, എല്ലാ ഈ ദുർഗം എന്ന് പറഞ്ഞിട്ട് കിടങ്ങ് അല്ലെങ്കിൽ ഈ ഭൗതിക ലോകം, അതിനെ മറികടക്കാനായിട്ട് നമുക്ക് എങ്ങനെ സാധിക്കും? മത് പ്രസാദ, ഭഗവാന്റെ പ്രസാദം കൊണ്ട് സാധിക്കും. അതിനെന്ത് ചെയ്യണം? നമ്മൾ മത് ചിത്തഹ, നമ്മൾ ഭഗവാന് വേണ്ടി ഭക്തിയുത സേവനം അനുഷ്ഠിക്കണം. അങ്ങനെ ഭഗവാന്റെ പ്രസാദം കൊണ്ട് നമുക്ക് ഭൗതിക ജീവിതത്തിന്റെ എല്ലാ ക്ലേശങ്ങളെയും അതിജീവിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് പറയുന്നത്. ശ്രീമദ് ഭാഗവതത്തിന്റെ 11-ാം സ്കന്ധത്തിലും ഭഗവാൻ ഉദ്ധവരോട് പറയുന്നുണ്ട്, ന സാധേതി മാം യോഗോ ന സാഖ്യം ധർമ്മ ഉദ്ധവ ന സ്വാധ്യായസ്തപസ്ത്യാഗോ യഥാ ഭക്തിർ മമോർജിത എന്ന് പറയുന്നുണ്ട്. എന്നെ ന യോഗോ, യോഗ പദ്ധതികൾ അനുഷ്ഠിക്കുന്നതുകൊണ്ടോ, അല്ലെങ്കിൽ ന സാഖ്യം, സാഖ്യശാസ്ത്രം പഠിച്ചത് കൊണ്ടോ, അല്ലെങ്കിൽ സ്വാധ്യായസ്, വേദങ്ങൾ പഠിച്ചത് കൊണ്ടോ, തപസ് അനുഷ്ഠിക്കുന്നത് കൊണ്ടോ, അല്ലെങ്കിൽ ത്യാഗങ്ങൾ അനുഷ്ഠിക്കുന്നത് കൊണ്ടോ, ഇതുകൊണ്ടൊന്നും എന്നെ നേടാനായിട്ട് സാധിക്കില്ല. യഥാഭക്തിർ മമോർജിത, എന്റെ ഭക്തിയുത സേവനത്തില് ഏർപ്പെടുന്നവർക്ക് നേടുന്ന ആ ഒരു പ്രയോജനം മറ്റുള്ള ഒരു ആധ്യാത്മിക പദ്ധതികൾ കൊണ്ടും നേടാനായിട്ട് സാധിക്കില്ല എന്ന് പറയുന്നുണ്ട്. ഭക്തിരസാമസിന്ധുവിലും അത് തന്നെയാണ് പറയുന്നത്. അന്യാഭിലാഷിത ശൂന്യം ജ്ഞാന കർമാദി അനാവൃതം അനുകൂല്യന കൃഷ്ണാനുശീലനം. അഭിലാഷങ്ങളും ഇല്ലാതെ ജ്ഞാനം, കർമ്മം ഇതിൽ നിന്നെല്ലാം അനാവൃതം പുറത്തു കടന്നിട്ട്
നമ്മള് കൃഷ്ണാനുശീലനം, ഭഗവാൻ കൃഷ്ണന് ഉചിതമായിട്ടുള്ള രീതിയിൽ അനുകൂല്യന ഉചിതമായിട്ടുള്ള രീതിയിൽ ഭക്തിമാർഗം ചെയ്യുമ്പോൾ അതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള മാർഗം എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അപ്പൊ എങ്ങനെ നമുക്ക് ഭക്തിമാർഗം അനുഷ്ഠിക്കാനായിട്ട് സാധിക്കും? 9 ഘടകങ്ങളാണ് പറയുന്നത് 7ാമത്തെ സ്കന്ധത്തില്. ശ്രവണം, കീർത്തനം, വിഷ്ണോഹ സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. ഈ 9 മാർഗങ്ങളാണ് പറയുന്നത്. ഭഗവാനെ പറ്റി കേൾക്കുക, ഭഗവാന്റെ കാര്യ മഹിമകൾ കീർത്തനം ചെയ്യുക, ഭഗവാനെ സ്മരിക്കുക, പാദസേവനം, ഭഗവാനോട് പാദസേവനം ചെയ്യുക, അർച്ചനം, ഭഗവാന്റെ പൂജ ചെയ്യുക, വന്ദനം, ഭഗവാനെ വന്ദിക്കുക, സഖ്യം, ഭഗവാന്റെ സുഹൃത്താവുക, ദാസ്യം, ഭഗവാൻ സേവനം അനുഷ്ഠിക്കുക, ആത്മനിവേദനം, ഭഗവാൻ പൂർണ്ണമായിട്ട് നമ്മൾ സമർപ്പണം ചെയ്യാം. ഇത് ചെയ്ത ഉദാഹരണങ്ങളും ഉണ്ട്, നമ്മളുടെ ശാസ്ത്രങ്ങളിൽ പറയുന്നുണ്ട്. ഭക്തിരസാമൃത സിന്ധുവിൽ പറയുന്നതനുസരിച്ചിട്ട് ശ്രീ വിഷ്ണു ശ്രവണേ പരീക്ഷിത് മഹാരാജാവ് എങ്ങനെയാണ് മോക്ഷം നേടിയത്? ഭഗവാനെ പറ്റി കേട്ടത് കൊണ്ട്. കേൾക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ പരീക്ഷിത് മഹാരാജാവ്. അഭവത് വൈയാസകി കീർത്തനെ ശ്രീ ശുഖബ്രഹ്മർഷി എന്താ ചെയ്തത്? ആ ഭഗവാന്റെ മഹിമകള് പ്രകീർത്തിക്കുകയാണ് ചെയ്യുന്നത്. പ്രഹ്ലാദ സ്മരണേ, പ്രഹ്ലാദ മഹാരാജാവ് ഭഗവാനെ സ്മരിച്ചുകൊണ്ടിട്ടാണ് മുക്തി നേടിയത്. തദ് അഗ്രിഭജനേ ലക്ഷ്മി, ഭഗവാന്റെ പാദസേവനം ചെയ്ത് ഭഗവാന്റെ സദാസമയം പാദസേവനം അനുഷ്ഠിച്ചുകൊണ്ടാണ് ലക്ഷ്മി ദേവി പൂർണ്ണത കൈവരിച്ചത്. അക്രൂരത്വ അഭിവന്ദനെ, അക്രൂര വിഗ്രഹാരാധന ചെയ്തുകൊണ്ടാണ് ഭഗവാനെ സേവിച്ചത്. പിന്നെ കപിപതിർ ദാസ്യെ, ബജരംഗബലി ഹനുമാനാണെങ്കിലോ ശ്രീരാമചന്ദ്ര ഭഗവാന്റെ ദാസ്യ സേവനം ചെയ്തുകൊണ്ടിട്ടാണ് പൂർണ്ണത കൈവരിച്ചത്. അധസഖ്യ അർജുന, അർജുനൻ ഭഗവാന്റെ സുഹൃത്തായിട്ട് സേവനം അനുഷ്ഠിച്ചു. സർവസ്വാത്മ നിവേദനി ബലി മഹാരാജാവ് തനിക്കുള്ളതെല്ലാം തന്നെ ഭഗവാന് സമർപ്പിച്ചുകൊണ്ടിട്ടാണ് അദ്ദേഹം പൂർണ്ണത കൈവരിച്ചത്. അഭൂത് കൃഷ്ണപ്രാപ്തിർ യേശാം പര. അപ്പോ ഇതൊക്കെയാണ് ഭഗവാന് വേണ്ടിയിട്ട് ഭക്തിയുത സേവനം അനുഷ്ഠിക്കാനും പൂർണ്ണത കൈവരിക്കാനും ആയിട്ടുള്ള വഴികൾ എന്നുള്ളതാണ് പറയുന്നത്. ശ്രീമദ് ഭാഗവതത്തിന്റെ 1-ാം സ്കന്ധത്തിലും പറയുന്നുണ്ട്, വാസുദേവേ ഭഗവതി ഭക്തിയോഗ പ്രയോജിത ജനേതി ആശവൈരാഗ്യം ജ്ഞാനം ചായത് അഹൈതുകം. ഈ ജ്ഞാനം, വൈരാഗ്യം ഇതെല്ലാം ആർജിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേറെ പ്രയത്നിക്കേണ്ടതില്ല. നമ്മൾ വാസുദേവേ ഭഗവതി ഭക്തിയോഗ പ്രയോജിത, നമ്മള് ഭഗവാൻ വാസുദേവന് ഭക്തിയോഗം അനുഷ്ഠിക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ജനേതി അത് ഉടലെടുക്കും. ഉടലെടുക്കും? വൈരാഗ്യവും ജ്ഞാനം ഇതെല്ലാം തന്നെ. അതിന് ഒരേ ഒരു മാർഗമുണ്ട്, ഭഗവാൻ അഹൈതുകം, യാതൊരു കണ്ടീഷനും ഇല്ലാതെ ഭക്തിയുത സേവനം അനുഷ്ഠിക്കുക എന്നുള്ളതാണ് ഒരേ ഒരു മാർഗം. ഇപ്പോ ശ്രീല പ്രഭു ഒരു ഉദാഹരണം പറയുന്നുണ്ട്. ഇപ്പോ മഞ്ഞപ്പിത്തം പിടിച്ചവർക്ക് എന്താണ് മരുന്നുള്ളത്? അവർ കരിമ്പിന്റെ ജ്യൂസ് കുടിക്കണം, അതല്ലാതെ വേറെ യാതൊരു വഴിയും ഇല്ല. അതുപോലെ തന്നെ ഈ ഭഗവാനോട്ടുള്ള ഭക്തി വളർത്തിയെടുക്കണം എന്നുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യണം? അത് മാത്രമേ ഒരു വഴിയുള്ളൂ, ഭക്തി മാർഗം അനുഷ്ഠിക്കണം. അല്ലാതെ ജ്ഞാനമാർഗത്തിൽ കൂടെയോ കർമ്മമാർഗത്തിൽ കൂടെയോ അഷ്ടാംഗയോഗം അനുഷ്ഠിച്ചത് കൊണ്ടോ സാംഖ്യയോഗം പരിശീലിച്ചതുകൊണ്ടോ ഒന്നും തന്നെ പ്രയോജനമില്ല. ഇതെല്ലാം ഭക്തി മാർഗത്തിനെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. ഭഗവാനെ പ്രാപിക്കാനായിട്ടുള്ള ഒരേ ഒരു വഴി ഭക്തിയോഗം അനുഷ്ഠിക്കുക എന്നുള്ളത് മാത്രമാണ്. ഭഗവാനോട് ഭക്തി ഇല്ലാത്തവർക്കോ അവർക്ക് ഈ എന്തൊക്കെ അറിവുണ്ടായിക്കഴിഞ്ഞാലും അതെല്ലാം വെറുതെ ഈ നമ്മള് ഈ മൃതശരീരത്തിനെ നമ്മള് ഈ ഡെക്കറേറ്റ് ചെയ്യുന്ന പോലെ ആണ് എന്ന് ഹരിഭക്തി ശുദ്ധോദയത്തിൽ പറയുന്നുണ്ട്. ഭഗവത് ഭക്തിഹീനസ്യ ജാതിശാസ്ത്രം ജപസഭ അപ്രാണസേവ ദേഹസ്യ മണ്ഡനം ലോകരഞ്ജനം എന്ന് പറയുന്നുണ്ട്. ഭക്തിയില്ലാത്തവര് അവര് ഈ ജ്ഞാനം, ജപം, തപം ഇതെല്ലാം അനുഷ്ഠിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം തന്നെ വെറുതെ ഈ
ഈ ഒരു ഡെഡ് ബോഡി ഡെക്കറേറ്റ് ചെയ്യുന്ന പോലെയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോ ഇതാണ് അഭിധേയ ജ്ഞാനം എന്ന് പറയുന്നത്, ഭഗവാൻ ഭക്തിയുത സേവനം അനുഷ്ഠിക്കുക. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഗ്രന്ഥരാജ് ശ്രീമദ് ഭഗവത്ഗീത की जय, श्रील प्रभुपाद की जय, गुरु महाराज की जय, निताई गौर प्रेमानंदे. हरे हरे बोल. ഹരേ കൃഷ്ണ. അങ്ങനെ പുരുഷോത്തമ മാസമായിട്ട് നമുക്ക് പുരുഷോത്തമനെ കുറിച്ച് തന്നെ നമുക്ക് അറിയാനുള്ള ഭാഗ്യം നമുക്ക് കിട്ടി. പ്രഭുജിക്കും പ്രഭുജിയുടെ കുടുംബത്തിനും വേണ്ടിയിട്ട് സിംഹാദ്വൈത പ്രഭുവിന് വേണ്ടി നമ്മൾ 2 പ്രാവശ്യം ഹരേ കൃഷ്ണ മന്ത്രം പറഞ്ഞ് വൈൻഡപ്പ് ചെയ്യാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, രാമ ഹരേ രാമ 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 ഹരേ രാമ ഹരേ രാമ 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 സിന്ധുഭ്യേവ ച. നമ हरे कोटि वैष्णव वृंद के हरिनाम संकीर्तन यज्ञ के हरे कृष्णा महामंत्र के शिल प्रभुपाद के जय. मायापुर नवदीप धाम की जय. गौर प्रेमानंदे. हरे कृष्णा प्रभु जी, धन्यवाद. हरे कृष्ण प्रभु जी. कृष्ण प्रभु जी. हरे कृष्णा प्रभु जी. हरे कृष्णा हरे कृष्णा प्रभु जी. हरे कृष्णा.